ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഫ്രാൻസിൽ അല്ല, ഇതിപ്പോൾ ബെൽജിയം. ബെൽജിയത്തിൽ ഇവിടുന്ന് പൂക്കളുടെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതെടുത്തു. ഇനി ഇവിടുന്ന് നമുക്കിനി ഒരു 31 കിലോമീറ്റർ, ഇതിൽ വന്നിട്ട് 21, ഇതിലെ പോക്ക് കണക്കില്ല. കാരണം എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന റൂട്ട് ട്രക്കുകൾ കയറാൻ പാടില്ലാത്ത റൂട്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കയറി ഒരു കണക്കിന് ചവിട്ടി കൂട്ടി ഇങ്ങനെ പോകണം. ഇനി നമുക്കിനി ഇപ്പുറത്തെ റൂട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. Dentro de 600 metros, gira a la derecha hacia Soorestad. ഇവിടെ ചെറിയ വണ്ടികൾ മാത്രം കയറണോണ്ട് അതിനുള്ള സംഭവങ്ങളാണ് എല്ലാവരും ചെയ്തു വെച്ചേക്കണം ഇവിടെ മൊത്തം. En 600 metros, gira a la izquierda en Soorestad. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെടുത്ത് പോരാം. Dentro de 500 metros, gira a la izquierda hacia Soorestad. അതിൻ്റെ ഇടയ്ക്ക് പാൻസൊക്കെ ഒന്ന് കീറി ഒരു പരിപാടി. Gira a la izquierda en Soorestad. ഇവിടുന്ന് Gira a la ഇടത്തേക്കാണ് izquierda hacia Soorestad. അടുത്ത റൂട്ട് പറയണം. ഇതന്നെ റൂട്ട്. Continúa por Soorestad 800 metros. ഇതിലാണ് പറയണത്. അടിപൊളി. നമുക്കങ്ങോട്ട് കയറാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് കയറിപ്പോ, നല്ലത്. അവനപ്പോഴേക്കും ഓടിച്ചിട്ട് കയറി പോകുന്നതാണ്. ഒരു കഥയിലോട്ടാരാ ഒന്ന് ചവിട്ടിയിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും സാവധാനം പോയിരുന്നില്ലേ. En 600 metros, gira a la derecha en Melestrat. ഗ്രാമത്തിന്റെ അകത്തേക്ക് വീണ്ടും കയറണേ തോന്നുന്നു. Dentro de 300 metros, gira a la izquierda hacia Broekstad. എങ്ങോട്ടോ തിരിക്കാൻ പാടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടേക്കാ നോക്കട്ടെ. Gira a la derecha en Melestrat. ഇവിടെ Gira a la izquierda hacia Broekstad. 3.8 ഇടത്ത് വലത്തോട്ട് തിരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിലേ പോവാം. Continúa por Broekstad durante 1 kilómetro y medio. Gira a la derecha en Melestrat. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയം 3 മണി കഴിഞ്ഞു. ആൾക്കാർ ജോലി കഴിഞ്ഞു വന്ന സമയമാണ്. നല്ല ടൈമിലാണ് ഇതിലെ ട്രെയിലറുമായിട്ട്. ഇതിനേക്കാളും പെശക റോഡായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ. En 800 metros, gira a la derecha en Baguevirstrat.
ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകാൻ പാടില്ല. 7.5 ടൺ. ഞാൻ ഇതുപോലത്തെ വന്നില്ല, ഇവിടെയാണ് കയറിയത്. എന്നിട്ട് പണിവാളി. നമുക്ക് പോയി നോക്കാം. ഈ പൂക്കൾ വരുന്ന വഴികളാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ വഴി കൂടെയൊക്കെയാണ് ഈ പൂക്കളും കൊണ്ട് ഇറങ്ങാൻ പറയുന്നത്. അവിടുത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളാണ്. അപ്പോൾ ചവിട്ടി കൊടുക്കേണ്ടി വരും. പുല്ലി കയറി കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, പൊക്കോളും. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് 50ആണ്. ഇതുപോലത്തെ ഓരോ കുഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇറക്കാൻ പറ്റുമോ, കയറാൻ പറ്റുമോ, റിവേഴ്സ് വെക്കേണ്ടി വരുമോ എന്നുള്ള സംഭവങ്ങൾ. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒന്ന് പോയി നോക്കാം. പോയി നോക്കാം, വേറെ നോക്കട്ടെ. വണ്ടി ഇപ്പൊ പകുതി കയറിയിരിക്കുന്ന ചെറലി കൂടെ. $3.5 ടൺ ഇതിലെ കയറാൻ പാടില്ലെന്ന് ഇതിലെഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്കെങ്കിലും ഒന്ന് പോയി നോക്കാം. പുല്ലിൽ കയറി കഴിഞ്ഞാൽ കുത്തിന്ന് കറങ്ങുള്ളൂ വണ്ടി. എന്നെ കൈ ഒഴിച്ച് കാണിച്ചിട്ട് കാര്യം തന്നെ കൂട്ടുകാരാ. Dentro de 200 metros. En la señal de stop, Continúa gira a la recto. izquierda, después gira a la derecha por la primera calle. നമ്മളെന്തായാലും ഹൈവേയിലെത്തി. തരാ Toma el ramal en dirección R4. നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറാൻ പോകുന്നു. ഇവിടെ നേരിട്ട് ഓടിച്ച് കയറേണ്ടി വരും. ഇത് മാത്രമുള്ളൊരു വഴി. Dentro de 500 metros, incorpórate a R4. 3.5 ടൺ അതിലേ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല മഴ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ 800 കഴിയുമ്പോൾ അടുത്ത ഊട്ടെടുക്കണം. Dentro de 600 metros, Toma toma la la salida salida de la de derecha en R17 dirección del hacia 27. Metro.
la salida E17. ഇതെന്ത് പറ്റിയേ? അവിടെ ഒരു ആക്സിഡന്റ് നടന്നു. En 700 metros. Dentro de 600 metros, continúa recto. മഴയുടെ വെടിയും പുകയും തീർന്നു. ഇവിടെ ഇടയ്ക്ക് ഒരു മഴ വരും, നന്നായിട്ടൊന്ന് അങ്ങോട്ട് പെയ്യും, പിന്നെ അങ്ങോട്ട് പോകും. അവിടെ എന്തോ അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് കെട്ടി കിടപ്പുണ്ട് വണ്ടികൾ. Sitúate a la izquierda. Continúa recto. ഇനി ഇവിടെ നിന്ന് 13 കിലോമീറ്റർ കഴിയുമ്പോൾ എട്ടെടുക്കണം. അതും ഒരു കുഗ്രാമത്തിൻ്റെ അകത്താണ്. En 5 kilómetros, mantente a la izquierda y sigue por la 17. ഓ, കാറ്റ് ശരിക്കും പിടിക്കുന്നുണ്ട് വണ്ടിനെ. വലിയ വെയിറ്റ് ഇല്ല വണ്ടിക്ക്, ലോഡില്ലാത്ത കാര്യമായിട്ട്. ഇതിലെ റൂട്ട് കാണിച്ചേക്കണത് എങ്ങനെയാ? ഇത് തന്നെ എടുക്കേണ്ടി വരും. അതിലെ പോയിട്ട് ഇതെടുക്കേണ്ടി വരും. ഓക്കെ, En 4 kilómetros, mantente a la izquierda y sigue por la 17. നമ്മളിപ്പോൾ ഹെഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു ഹെൻഡ്. നമ്മൾ ഹെൻഡിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നിന്ന് ഇപ്പോൾ ലോഡ് ഇറക്കാം. ലോഡ് ഇറക്കാൻ അല്ല, അവിടെ സാധനം എടുക്കാൻ പോയത്. ഇവിടെ അത്യാവശ്യം വലിയൊരു ബ്ലോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ട്രെയിലറുകൾ കംപ്ലീറ്റ് ബെൽജിയത്തിലേക്ക്, ഫ്രാൻസിൽ നിന്ന് പാരീസ് ഇവിടുന്ന് കയറി ബെൽജിയം വഴി കുറേ നെതർലാൻഡ്സിലേക്ക് കയറാനുള്ള വണ്ടികളായി കിടക്കണം. ഇതുപോലത്തെ ഇനിയിപ്പോൾ ചൂടുകാലം ആകുമ്പോഴേക്കും ഇതുപോലത്തെ പരിപാടികളാണ്. ഇതുപോലെ ചില സമയത്ത് കുറേ നേരങ്ങൾ കണ്ടുവരും. ഇപ്പം മൊബൈലിലൊക്കെ വീഡിയോ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കുത്തിന്ന് കളിക്കും. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബ്ലോക്ക് കിട്ടും. അതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് എവിടെയോ എൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. 1 2 3 4 5 6 Sitúate en uno de los 2 carriles de la izquierda. 7 8. നമ്മളിനി ഇതിവിടേക്കാണ് പോണത്. 8ാമത്തേലേക്ക് പോകണം.
എക്സിറ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട്. ആവട്ടെ. En 7,5 kilómetros, toma la salida 8 a la derecha por la número 60. നമുക്കപ്പോൾ ഇനി അടുത്ത ഔട്ട് എടുക്കണം. Toma la salida 8. ഇതിലെടുത്തിട്ട് Toma la salida que se encuentra adelante, Dentro de 500 después gira a la metros, derecha por la gira primera ligeramente calle. a la derecha hacia Nieue Steenweg N60. Indicaciones para Udenaarde N60. Gira a la derecha en la número 60. ഇതാണ് N60. Gira ligeramente a la derecha hacia Nieue Steenweg N60. നാഷണൽ Indicaciones റോഡ്. para Udenaarde N60. Sal de la rotonda por la segunda salida. Continúa por N60 1 kilómetro. ഇവിടെ നിന്ന് ഇനി നോക്കട്ടെ. പലതിലും പല ഇതാണ് കാണിക്കണേ. എല്ലാം നോക്കി കുത്തിരിക്കാൻ പറ്റില്ല. യെസ്, അതന്നെ സംഭവം. Dentro de 600 metros, en la rotonda, toma la segunda salida y continúa por Nieue Steenweg N60. ഇവിടെ വന്നിട്ട് 70 സ്പീഡ് ലിമിറ്റ്. റഡാറാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ഒരുത്തനും ഇവിടെ എത്തിയിട്ടുണ്ട്. Sal de la rotonda por la segunda salida por la número 60. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കയറേണ്ടത് ഈ ഗ്രാമത്തേക്കാണ്. Dentro de 50 metros, en la rotonda, toma la segunda salida y continúa por Nieue Steenweg N60. വണ്ടികൾ സൈഡിൽ ഇവിടെ കയറ്റി വിടുവരും. Sal de la ഓംലിങ് rotonda ഇതിലേക്ക് Nieue എഴുതി വെച്ചിട്ടുണ്ട്. Steenweg. എനിക്കറിയില്ല. ഓംലിങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വഴിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. N60 1 kilómetro. നമുക്ക് പിന്നെ അത് അറിയാത്തതുകൊണ്ട് Sal de la പോണടുത്ത് rotonda വെച്ചാണ്. por la segunda salida. ഇനി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ GPS പറയേണ്ടത് കേട്ട് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Dentro de 600 metros, en la rotonda, toma la primera salida en dirección Steenweg. ഇതില് 5 കിലോമീറ്ററും മറ്റേതിൽ വന്നിട്ട് 7 Sal de la കിലോമീറ്ററോളം. rotonda por la segunda salida por Nieue Steenweg. ഇതുപോലെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവിടെ ചെല്ലാണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല അവിടേക്ക് കയറാൻ പറ്റുമെന്ന്. അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാലും അവർ എഴുതി വയ്ക്കും ഇവിടേക്കുള്ള അവശ്യ സർവീസുകളെന്നും പറഞ്ഞ് എഴുതി വയ്ക്കും. Sal de la rotonda en Steenweg.
Steinway 800 metros. Sal de la rotonda en Steinway. Continúa por N60 1 kilómetro. En 1 kilómetro, sitúate a la derecha, después gira a la derecha en la número 452. നാഷണൽ 452. Dentro de 600 metros, gira a la derecha. Strat N452. Gira a la derecha en la número 452, después de entrar en la rotonda. ഇവിടെ നിന്ന് വലത്തോട്ട് എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും അവസാനം Gira a la കയറി ചെല്ലണത് derecha hacia Station Strat ഒരു ഗ്രാമത്തിലേക്കായിരിക്കും. N452. അവസാനം കയറി ചെല്ലണത് ഒരു ഗ്രാമത്തിലേക്കായിരിക്കും. Dentro de 300 metros, en la rotonda, continúa recto para seguir por Station Strat N452. ഇവിടെ എന്തൊക്കെ Sal de la rotonda por la segunda salida por Stad. ഇത് കൺട്രോളാണോ സംശയം. ഈ ആൾക്കാരൊക്കെ ഈ ട്രെയിലറുകളൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ സഹിക്കണാവത്. ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ ഫ്രീഗോൻ്റെ ആവശ്യമില്ല. കാലത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കറാണ്ടായിരുന്നു. ശരിക്കും ഫ്രീഗോൺ ആക്കിയിടും. ഫ്രീഗോൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 800 മീറ്റർ അകലേന്ന് കേൾക്കാം അതിൻ്റെ സൗണ്ട്. എന്ന് പറഞ്ഞ സൗണ്ട് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ ഇന്നലെ രാത്രി പാർക്കിങ്ങിൽ ഇട്ടിരുന്നു. പാർക്കിങ്ങിൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് വീടുകളാണ്. ഇവരൊക്കെ എങ്ങനെ കിടന്നുറങ്ങണേ ഈ രാത്രി ശബ്ദവും കേട്ടിട്ട്? എത്ര ജില്ല അടച്ചാലും ശബ്ദം ഉണ്ടാവും അതിന്. പക്ഷെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറി പിന്നെ ഒരു ട്രെയിലർ പോലും കാണാനില്ല. ട്രക്കുകൾ കാണുന്നത് ലോക്കൽ ട്രക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. റെയിൽവേ ട്രാക്ക് നമുക്ക് 2 റൂട്ടിൽ കൂടെ പോവാം. ഒന്നുമില്ലെങ്കിൽ ഇതിലെടുത്ത് പോരാം, അല്ലെങ്കിൽ അടുത്ത റൂട്ട് കയറി പോവാം. 4:13 ഇപ്പൊ ക്ലിയറായി. അത് ഇന്ത്യക്കാരിയാണത്, അല്ലെങ്കിൽ ശ്രീലങ്ക. നമുക്കൊന്നുകിൽ ഈ വഴിക്ക് പോവാം, ഇവിടെ ഒന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നേരെ പോകാം. ഇതിലേ പോവാനായിട്ട് നമുക്ക് നേരെ പോകാം. GPS-ന്റെ മാപ്പ് പറയണത് അതാണ്. അവിടെ നിന്നൊരു ട്രക്ക് തന്നെ ഉണ്ട്.
ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ഇതുപോലത്തെ ട്രക്ക് ഉണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്നിട്ട് വണ്ടി കയറിപ്പോവും. ഇതിൻ്റെ അത്രയും ആ വണ്ടികൾക്ക് വന്നിട്ട് ഒരു 12 മീറ്റർ അടുത്തുണ്ടാവുള്ളൂ. നമ്മുടെ അതിന് വന്നിട്ട് 16.5 മീറ്ററാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എങ്കിലും കയറി പോകാം. ഇത് സ്കൂൾ സോണാണ്. ഇവിടെ നിന്ന് 650 മീറ്റർ കഴിയുമ്പോൾ വലത്തോട്ട്. ഓ, ഇത് പെശക സ്ഥലമായി പോയില്ല. അതിലേക്കൂടെ ട്രെയിലർ കയറുമോന്ന് അറിയില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം. Sal de la rotonda por la primera salida. ഞാനൊരു എടുക്കാൻ വണ്ടി വന്നിട്ടാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് Dentro de 200 metros, en la rotonda, toma la primera salida en direcciones Gravenstraat N437. Sal de la rotonda por la primera salida por Gravenstraat. ആക്ച്വലി ഈ വഴിക്ക് വരേണ്ടതായിരുന്നു എന്ന് തോന്നണം. ഇനി ഇവിടുന്ന് റൗണ്ടിൽ കയറിയിട്ട് നമുക്ക് വലത്തോട്ട്. En 2 kilómetros llegarás al destino, Kortrijk Xeroy 20C. ഇതാ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഇവിടെയാണെങ്കിൽ ഓപ്പറ നടക്കുന്നുണ്ട്, പണികൾ നടക്കുന്നുണ്ട്, വീട് പണി നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ വന്ന റൂട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത്. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോയതാ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.